മാഷിനോട് പല ചോദ്യങ്ങൾ പല സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൊരു ചോദ്യം ദേവരാജൻ മാസ്റ്ററോട്, പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ വരും ഉത്തരം, ഒരു താമസം ഉണ്ടാവില്ല, ഒരു നിമിനേരം മതി മാസ്റ്ററുടെ ഉത്തരത്തിന്. മാസ്റ്റർ പറയും, നിന്നെ പാട്ടിലാക്കുന്നത് എന്തോ അതാണ് പാട്ട്. കലയുടെ കേളികൊട്ടാൽ മുഖരിതമായൊരു നാട്. കൊല്ലം ജില്ലയിലെ പരവൂരിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു കലാകാരൻ, ആ കലാകാരൻ്റെ ഓർമ്മയിൽ സംഗീത സാന്ദ്രമായൊരു നാട്. കേരളത്തിൻ്റെ സംഗീത ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി മലയാളികൾ പാടിയും മൂളിയും ഇന്നും സംഗീതത്തിലൂടെ അനശ്വരനായി നിൽക്കുന്ന മഹാപ്രതിഭ ജി ദേവരാജൻ മാസ്റ്റർ. ആ മഹാപ്രതിഭയുടെ നാമത്തിൽ കഴിഞ്ഞ 7 വർഷങ്ങളായി പരവൂരിൻ്റെ സർഗസബരിയയിൽ ഒരു ജ്വലിക്കുന്ന നക്ഷത്രമായി പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭ നിലകൊള്ളുന്നു. പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ സ്മാരക പരവൂർ സംഗീത സഭയുടെ 7ാമത് വാർഷികവും 5ാമത് പുരസ്കാര സമർപ്പണവും ഇക്കൊല്ലവും പ്രൗഢഗംഭീരമായി കൊണ്ടാടി. ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ മനസ്സിൽ ദേവഗീതങ്ങളുടെ അമൃതകണങ്ങൾ പൊഴിച്ച സംഗീത സംവിധായകൻ പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ. മനുഷ്യനും പ്രകൃതിയും കാലവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംഗീത സബരിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പ്രണയവും വിരഹവും തുടങ്ങി മനുഷ്യ മനസ്സിൻ്റെ സമസ്ത ഭാവങ്ങളും സ്പർശിച്ച അനശ്വര ഗാനങ്ങൾ, അദ്ദേഹത്തിലൂടെ പിറവിയെടുത്ത ഗാനങ്ങൾ പുതുതലമുറയും ഏറ്റുപാടുന്നു. 2017 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പിറവിയെടുത്തതാണ് പരവൂർ സംഗീത സഭ. പരവൂർ സംഗീത സഭയുടെ 7ാമത് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നവംബർ 23 ശനിയാഴ്ച പരവൂരിൻ്റെ മണ്ണിൽ നടന്നു. മഹാകവി KC കേശവപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഘോഷയാത്രയായി ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അതിനുശേഷമാണ് പുരസ്കാര സമർപ്പണ വേദിയിൽ എല്ലാവരും എത്തിച്ചേർന്നത്.
പരവൂർ SNVRC ബാങ്ക് ഓഡിറ്റോറിയത്തിലെ വിശിഷ്ട വ്യക്തികൾ അണിനിരന്ന ഉദ്ഘാടന വേദിയിൽ ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. ഉദ്ഘാടന വേദിയിൽ ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. പരവൂർ സംഗീത സഭ പ്രസിഡന്റ് S. മണിക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് പരവൂർ സംഗീത സഭ സെക്രട്ടറി മാങ്കുളം രാജേഷ് സ്വാഗതം ആശംസിച്ചു. നടനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവദാസ് IAS പുരസ്കാര സമർപ്പണം നടത്തി. 5ാമത് പരവൂർ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ M. ജയചന്ദ്രന് സമ്മാനിച്ചു. K. ജയകുമാർ ചെയർമാനും രവി മേനോൻ, വയലാർ ശരത്ചന്ദ്ര വർമ്മ എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സീഡിറ്റ് മുൻ ഡയറക്ടർ ഡോക്ടർ അച്യുത് ശങ്കർ പ്രശസ്തിപത്രം അവതരണവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ഡയറക്ടർ ഡോക്ടർ അച്യുത് ശങ്കർ പ്രശസ്തിപത്രവും പ്രശസ്തിപത്രം അവതരണവും മുഖ്യപ്രഭാഷണവും നിർവഹിക്കുന്നതാണ് പുരസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എല്ലാവർക്കും സുഖമല്ലേ എന്നാണ്. സുഖമല്ലേ? മാഷിനോട് പല ചോദ്യങ്ങൾ പല സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൊരു ചോദ്യം ദേവരാജൻ മാസ്റ്ററോട്, പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്?
ഉടനെ വരും ഉത്തരം. ഒരു താമസം ഉണ്ടാവില്ല. ഒരു നിമിനേരം മതി മാസ്റ്ററുടെ ഉത്തരത്തിന്. മാസ്റ്റർ പറയും, നിന്നെ പാട്ടിലാക്കുന്നത് എന്തോ അതാണ് പാട്ട്. അപ്പൊ ഏതൊക്കെയോ കാലത്ത് പ്രേംകുമാർജിയെ പാട്ടിലാക്കിയ ഒരു പാട്ടാണ് അത്. അദ്ദേഹം ഹൃദയം കൊണ്ടിവിടെ പാടിയത്. ഞാൻ എൻ്റെ പാട്ടുകാരോട് പറയും, പാടുന്നത് വെറും ഒരു എക്സസൈസ് ആവരുത്. വോക്കൽ കോഡ് കൊണ്ട് ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആവരുത്. അത് ഹൃദയം കൊണ്ട് പാടേണ്ടതാണ്. അതിൽ ആ കമ്പോസറുടെ സംഗീതത്തിൻ്റെ, ആ രചനയുടെ ഹൃദയ തുടിപ്പുകളും ആത്മാവിൻ്റെ തുടിപ്പുകളും ആ പാടലിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ മാസ്റ്ററുടെ പാട്ട് എന്നുള്ളത് നമ്മളെ പാട്ടിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്ററുടെ പാട്ട് വെറും പാട്ടല്ല, അത് അനുഭവമാണ്. അപ്പോൾ സംഗീതം അനുഭവമാക്കിയ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ഗുരുനാഥൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായും. സമഗ്ര സംഭാവനയ്ക്കുള്ള 3ാമത് പുരസ്കാരം പ്രശസ്ത നടൻ ജഗതി ശ്രീകുമാറിനായിരുന്നു. അദ്ദേഹത്തിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് പുരസ്കാരം അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നേരിട്ട് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പരവൂർ SNVRC ബാങ്ക് പ്രസിഡന്റ് നെടുങ്ങോലം രഘു, തിരക്കഥാകൃത്ത് രാജേഷ് പിന്നാടൻ, ചലച്ചിത്ര സംവിധായകൻ മധു കൊല്ലം, മുനിസിപ്പൽ കൗൺസിലർ S ശ്രീലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. ഇവിടെ ഈ പൊന്നാട് അണിയിക്കാൻ വന്നപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം അത് കൈകളിൽ ഏറ്റുവാങ്ങി. അതിനൊരു കാരണമുണ്ട്, അതുകൂടി പറയാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ എന്നെ ആദരിക്കുന്ന പരിപാടികൾക്കെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ മഹാമനുഷ്യർ, നമ്മുടെ രാജ്യം കാക്കുന്ന ധീരരായ ഒരുപാട് സൈനികർ,
ഒരുപാട് മഹാഗുരുനാഥന്മാർ, മഹാകലാകാരന്മാർ, മഹാസംഭാവനകൾ നൽകിയ മഹാമനുഷ്യർ പലരും ഒരാദരവും കിട്ടാതെ കടന്നു പോകുന്ന ഒരു ലോകത്ത് എന്നെപ്പോലെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊരു വലിയ സംഭാവനയും ഞാൻ ഈ ലോകത്തിന് നൽകിയിട്ടില്ല എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് എന്നെ ആദരിക്കുന്ന പരിപാടിക്ക് ഞാൻ പോകാറില്ല. പക്ഷേ എങ്കിലും ചില വേദികളിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള പൊന്നാടുകൾ തരാറുണ്ട്. അത് ഞാൻ സ്നേഹപൂർവ്വം കൈകളിൽ ഏറ്റുവാങ്ങാറുമുണ്ട്. അതിനൊരു കാരണമുണ്ട്. പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഈ മക്കളൊക്കെ പ്രായമായി രക്ഷിക്കുന്ന, അനാഥരായ, ഉപേക്ഷിക്കപ്പെട്ട കുറേ മനുഷ്യരെ സംരക്ഷിക്കുന്ന കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും ഒരു ഇടമാണ് അവിടെ. അതൊരു അനാഥാലയമല്ല, അതിപ്പോൾ ഒരു സനാഥാലയമാണ്. ഞാനിങ്ങനെ കിട്ടുന്ന പൊന്നാടകൾ ഇടയ്ക്കിടയ്ക്ക് അത് ശേഖരിച്ചു വെച്ചിട്ട് ആ ഇടത്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഉപേക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി ആ വലിയ മനുഷ്യരെ, അവർ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും വലിയ മനുഷ്യരായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യരെ ആദരിക്കാൻ ഞാൻ ഈ പൊന്നാട ഉപയോഗിക്കാറുണ്ട്. അത് എൻ്റെ ശരീരത്തിൽ അണിയിച്ചത് കൊണ്ടുപോയി ഞാൻ അവരെ അണിയിക്കുന്നത് ഒരു അനാദരമായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് കൈകളിൽ ഏറ്റുവാങ്ങിയത്. ഇവിടെയും നിങ്ങൾ നൽകിയ ഈ സ്നേഹം, ഈ ഇഷ്ടം, അത് മറ്റൊരവസരത്തിൽ ഞാൻ അവിടെയോ അതുപോലുള്ള ഏതെങ്കിലും ഇടങ്ങളിൽ പോകുമ്പോൾ ആ വലിയ മനുഷ്യരെ ആദരിക്കാൻ ഉപയോഗിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. പരവൂർ സംഗീത സഭ ട്രഷറർ ശ്രീഹരി MG കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ നയിച്ച ദേവരാജൻ മാസ്റ്ററും M ജയചന്ദ്രനും സംഗീതം നൽകിയ ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കി ഗാനസന്ധ്യ അരങ്ങേറി. കുറേ കൂടി ഇങ്ങ് താഴോട്ട് വന്നിട്ട് പ്ലേ ചെയ്താൽ മതി. ഇനി പ്ലേ ചെയ്തോ. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ ജംഗ്ഷനിൽ പലവ്യഞ്ജന വ്യാപാരിയായ രാജനെയാണ് ഒക്ടോബർ 28 രാത്രി 11 മണിക്ക് കട അടച്ച് വീട്ടിലേക്ക് പോകും വഴി കൊട്ടേഷൻ സംഘം ഇരുട്ടിൻ്റെ മറവിൽ ആക്രമിച്ചത്. ആക്ടിവ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന വ്യാപാരി രാജനെ വെളുത്ത മാരുതി വാഗ്നർ കൊണ്ട് ഇടിച്ചിട്ട ശേഷം ദേവരാജൻ മാസ്റ്ററുടെ കുട്ടിക്കാലം മുതലുള്ള അനശ്വരമായ ഫോട്ടോകളുടെ അപൂർവ പ്രദർശനം ഏവരുടെയും മനം കുളിർപ്പിക്കുന്നതായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.